ബിഗ് ബോസ് സീസൺ 6 39 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 40ാമത്തെ ദിവസം. മലയാളി പ്രേക്ഷകരുടെ അംഗീകാരം കൂടിക്കൂടി വരികയാണ്. ബിഗ് ബോസിന്റെ ജനപ്രീതി സാക്ഷ്യപ്പെടുത്തി തുടർച്ചയായി ഗ്രോസ് റേറ്റിംഗ് പോയിന്റിൽ മുന്നേറ്റം കൂടി വരുന്നുണ്ട്. 247 GRP ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസിന് തൊട്ടു പിന്നിലെ ചാനലിന്റെ ആകെ GRPയേക്കാൾ ഷോയ്ക്ക് മാത്രമായി ലഭിച്ചത്. 2 ദിവസം മുന്നെയാണ് 210 GRP ആവുകയും ഡബിൾ സെഞ്ചുറി കരസ്ഥമാക്കുകയും ചെയ്തത്. ബിഗ് ബോസിന്റെ വലിയ ജനപ്രീതിയാണ് ഇവിടെ തെളിയുന്നത്. ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോ സീസൺ 6 നിലവിൽ സംഭവബഹുലമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന ചർച്ചകളും വിമർശനങ്ങളും വിവാദങ്ങളുമൊക്കെ ആളുകളിലേക്ക് ഉണ്ടാകുന്ന ആകാംക്ഷയും ഒരു പരിധിവരെ ഇത്തരത്തിൽ റേറ്റിംഗ് കൂടാൻ കാരണമാകുന്നുണ്ട്. ഇന്നത്തെ ലൈവിൽ രാവിലെ തന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകളോട് ദിവസങ്ങളുടെ എണ്ണം ഓർമ്മപ്പെടുത്തിയപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് പലർക്കും ആശ്വാസവും ചിലർക്ക് വെപ്രാളവും ചിലർക്ക് സന്തോഷവും ഒക്കെ മുഖത്തിങ്ങനെ മിന്നിമറയുന്നുണ്ട്. ഇത്ര ദിവസം ഇവിടെ സർവൈവ് ചെയ്തല്ലോ എന്നുള്ളതും ഇനി ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ എന്ന ഒരു ആശ്വാസവും പെർഫോം ചെയ്യാനും കഴിവ് കാണിക്കാനുമുള്ള സമയം കുറയുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയുമൊക്കെ അലട്ടുന്നുണ്ട് എല്ലാവരെയും. ഓരോരുത്തരുടെയും മുഖത്ത് ഓരോ ഭാവങ്ങളാണ് മിന്നി മറഞ്ഞുകൊണ്ടിരുന്നത്. പകുതിയോളം സമയം കഴിഞ്ഞിരിക്കുകയാണ്. 7 or 8 ആഴ്ചയാണ് ഇനി എല്ലാവർക്കും ബാക്കിയുള്ളത്. ഇപ്പോൾ ആ വീട്ടിൽ 20 മത്സരാർത്ഥികൾ തന്നെയുണ്ട്. ആഴ്ചയിൽ 2 പേരെങ്കിലും വെച്ച് എവിക്റ്റായി പോയാൽ മാത്രമേ കണക്കനുസരിച്ച് അവസാന ആഴ്ച ടോപ്പ് 5 കണ്ടസ്റ്റന്റിലേക്ക് എത്തും. പിന്നെ അത് ടോപ്പ് 3യിലേക്കും. അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോവലുകൾ വളരെ അനിവാര്യമായി മാറുകയാണ്. മിക്ക ആളുകളും കപ്പടിക്കുക എന്ന മോഹമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. മാക്സിമം ദിവസം നിന്ന് റെമ്യൂണറേഷൻ കൈപ്പറ്റുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം മറ്റു ചില സ്ട്രോങ് പ്ലെയേഴ്സ് ആ വീട്ടിലുണ്ട് എന്നുള്ളത് കൃത്യമായി ബോധ്യമുള്ള കുറച്ച് ആളുകൾ അവിടെയുണ്ട്. ഒരു തരത്തിലുമുള്ള ഗെയിം ഒന്നും കളിക്കാതെ സർവൈവ് ചെയ്തു നിൽക്കുന്ന ആളുകളും ഒരുപാടുണ്ട്. ജാൻമണിയുടെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ കാര്യമായിട്ട് ഒരു ഫിസിക്കൽ ടാസ്കിൽ പങ്കെടുക്കുകയോ നല്ലൊരു മെയിൻ ഗെയിം കളിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ വേറെ എന്തൊക്കെയോ തരത്തിൽ നിന്നു പോവുകയാണ്. മത്സരാർത്ഥികളും ജാൻമണിയെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നു. ഭൂരിഭാഗം പ്രേക്ഷകർക്കും താല്പര്യമുള്ള ബിഹേവിയർ അല്ല ജാൻമണി അവിടെ കാണിക്കുന്നതെങ്കിലും മറ്റെന്തോ കാരണങ്ങൾക്ക് വേണ്ടി ജാൻമണി അവിടെ സർവൈവ് ചെയ്തു പോവുകയാണ്. ലാസ്റ്റ് വീക്ക് എവിക്റ്റഡ് ആയിട്ട് പോലും കണ്ടന്റ് തരുന്നത് കൊണ്ട് മാത്രം ബിഗ് ബോസ് അവിടെ പിടിച്ചു നിർത്താൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചതുപോലെ വിഷുവിന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് ജാൻമണിയെ പുറത്തയക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ശരണ്യയും അതുപോലെ തന്നെ വളരെ സേഫ് ആയിട്ട് ഗെയിം കളിച്ച് ഏഷ്യാനെറ്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മാത്രം സേവ് ആക്കപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. യാതൊരുവിധ റിസ്കുകളും ഇതുവരെ ശരണ്യക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. നോറ മലയാളി കുടുംബ പ്രേക്ഷകർക്ക് അധികം ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും പക്ഷെ ചില സമയത്ത് വല്ലാതെ ഒരു പാവത്വം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള തന്റെ ഇമോഷണൽ വീക്ക്നെസ്സിനെ അറ്റ് എ ടൈം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ കാണിച്ചു കൊണ്ടിട്ടാണ് നോറ പോകുന്നുള്ളത്. അർജുനും ശ്രീതുവും തൻ്റേതല്ലാത്ത കാരണത്താൽ ഒരു കോംബോ അവിടെ ക്രിയേറ്റഡ് ആക്കപ്പെട്ട് ക്യൂട്ട്നെസ് വാരി വിതറി കുടുംബ പ്രേക്ഷകർക്ക് അനിഷ്ടമുണ്ടാക്കാതെ നിലനിന്നു പോകുന്നു. ഋഷിയും അൻസിബയുടെയും കാര്യം വരുമ്പോഴും ഒരു മോഡിലേക്ക് മാറാതെ ഒരു തരത്തിലുള്ള എയിമും ഇല്ലാതെ വാ തുറക്കാതെ പരസ്യമായ നിലപാടുകൾ വിളിച്ചു പറയാൻ മറന്നുപോയിക്കൊണ്ട് സ്വന്തം പേര് എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ട്രിഗേർഡായി ഒരുതരം പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പിടിച്ചു പറ്റി പോവുകയാണ് അവിടെ. പിന്നെ വൈൽഡ് കാർഡ്സിനെ പറ്റിയിട്ടൊന്നും അധികം അനാലിസിസ് ചെയ്യാനായിട്ടില്ല. കാരണം 2 ആഴ്ചയായിട്ടുള്ളൂ അവർ വന്നിട്ട്. പക്ഷെ വൈൽഡ് കാർഡ്സിൽ വന്ന എല്ലാ ആളുകളുടെയും ജിൻഡോയുടെ ഭാഗത്തേക്ക് ചായുന്ന സമയത്ത് ഇതാണ് അവസരം, ഇവിടെയാണ് കളി, ജിൻഡോയാണ് എല്ലാം എന്നൊക്കെ തോന്നലുകൾ ഉണ്ടായി മെജോറിറ്റി ആളുകളും ജിൻഡോയുടെ നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ ന്യായം പറഞ്ഞ് ജിൻഡോയുടെ കൂടെ സേഫ് ആയിട്ട് നിൽക്കാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ വൈൽഡ് കാർഡ്സ് ആയിട്ട് വന്നവർക്ക് ആർക്കും ജിൻഡോയുടെ പുറത്തു നിന്നുള്ള ആ ഒരു കളിയുടെ സപ്പോർട്ട് കണ്ടിട്ടല്ല അവര് ജിൻഡോയുടെ കൂടെ നിൽക്കുന്നത്. ജിൻഡോയെ യൂസ് ചെയ്യാൻ എളുപ്പമാണ്, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കോണ്ടന്റുകൾ ഒരുപാട് എളുപ്പം കിട്ടും എന്നുള്ള ഒരു ഉറപ്പോട് കൂടിയിട്ട് അവർ ജിൻഡോയോടൊപ്പം നിൽക്കുന്നത്. പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട പലരുടെയും നിഴലാവുന്നത് പ്രേക്ഷകർക്കിടയിലും ചർച്ചയാവുന്നുണ്ട്.